യുദ്ധം മറ്റു മാർഗങ്ങളിലൂടെയുള്ള രാഷ്ട്രീയമാണ് എന്ന് പ്രഷ്യൻ സൈനികനായിരുന്ന കാൾ വോൺ ക്ലോസ്വിച്ച് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. യുദ്ധം മറ്റ് വഴികളിലൂടെ, മറ്റ് രീതിയിലൂടെയുള്ള, മറ്റ് മാർഗങ്ങളിലൂടെയുള്ള രാഷ്ട്രീയമാണ്. യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയമാണ് പ്ലേ ഔട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഇറാനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് അമേരിക്കൻ സൈനിക മേധാവി പറയുന്നു. അതായത് അവരുടെ 80% ഉള്ള ആയുധ സപ്ലൈകൾ തീർന്നിരിക്കുകയാണ്, അവരുടെ സ്റ്റോക്സ് ഡിപ്ലീറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. പക്ഷേ ട്രംപ് അതിനോടുള്ള പ്രതികരണം വളരെ കൗതുകം അർഹിക്കുന്നതാണ്. ട്രംപ് പറയുന്നത് ഈ വാർത്ത ലീക്ക് ചെയ്യുന്നവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്നാണ്. അതായത് നിങ്ങളത് കണ്ടു തന്നെ കാണണം. അതായത് ഏതെങ്കിലും രീതിയിൽ ഈ വാർത്തകളൊക്കെ നിങ്ങൾ വെളിയിൽ കൊടുക്കുകയാണെങ്കിൽ അത് US-ന് ആയുധക്ഷാമമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ട്രംപ് വിവരം ചോർത്തുന്നവരെ ജയിലിൽ അടയ്ക്കും എന്നാണ് ട്രംപ് പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ആയുധക്ഷാമമുണ്ടെന്ന് തന്നെയാണ് അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങൾ, അമേരിക്കയിലെ എല്ലാ തരമുള്ള മാധ്യമങ്ങളും പറയുന്നത്. ഉദാഹരണം, അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളിലൊന്നായ ഫോബ്സ്, ഇത് ഫോബ്സിന്റെ റിപ്പോർട്ടാണ്. ഫോബ്സ് പറയുന്നത് ഇറാൻ യുദ്ധം അമേരിക്കയുടെ ക്രൂഷ്യൽ വെപ്പൺ സ്റ്റോക്ക് പൈൽ ഡിപ്ലീറ്റ് ചെയ്തു, അഥവാ വലിയ രീതിയിൽ ആയുധങ്ങൾ അവർക്ക് ഇല്ലാതായി എന്നാണ്. ഇത് ഫോബ്സിന്റെ റിപ്പോർട്ടാണ്. അമേരിക്കയിൽ തന്നെ മറ്റൊരു പ്രമുഖ മാധ്യമമായ ABC അവിടുത്തെ ഒരു ഒഫീഷ്യലെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, ക്രിട്ടിക്കൽ US മിസൈൽ സ്റ്റോക്ക് പ്ലേസ് എക്സ്ട്രീംലി ലോ. അതായത് ക്രൂഷ്യലായ, ക്രിട്ടിക്കലായ അമേരിക്കയുടെ മിസൈൽ സ്റ്റോക്ക് പൈൽസ് അത് വളരെയധികം കുറയുകയാണ്. ഞാൻ CNN ആദ്യമേ കോട്ട് ചെയ്യാത്തതിന്റെ കാര്യം, CNN ഒരു സെന്റർ ലെഫ്റ്റ് മാധ്യമം, അല്ലെങ്കിൽ സെന്റർ ടു ലെഫ്റ്റ് മാധ്യമമാണ്. ഫോക്സ് ന്യൂസ് അവിടുത്തെ സെന്റർ ടു റൈറ്റ് ആണ് എന്നുള്ളതാണ് സത്യം. ഇനിയും കീ സോഴ്സസിനെ കോട്ട് ചെയ്തുകൊണ്ട് CNN പറയുന്നു, 80% ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള ഇന്റർസെപ്റ്റേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ അമേരിക്കയുടെ ആയുധ ശേഖരം ഇല്ല, അത് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതാകുകയാണ്. ഇനിയും CNN തന്നെ, അമേരിക്കൻ മാധ്യമങ്ങൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. കാര്യം അമേരിക്കൻ മാധ്യമങ്ങൾ അവരുടെ പ്രസിഡന്റിനെ അതിരൂക്ഷമായി വിമർശിക്കാൻ ഒരു മടിയും കാണിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ട്രംപ് grows angry over reports on depleted munitions, believing it weakens him in Iran negotiation. ഇറാനുമായി നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന് തന്റെ ശക്തി കുറയ്ക്കും, തന്റെ ആയുധങ്ങളില്ല എന്ന വാർത്ത വന്ന എന്ന് പറഞ്ഞ് ട്രംപ് ദേഷ്യപ്പെടുന്നു. ട്രംപ് അതിൽ കോപാകുലനാവുന്നു എന്നാണ്. അമേരിക്കയിലെ തന്നെ മറ്റ് പ്രമുഖ മാധ്യമങ്ങൾ ഈ വാർത്തകൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അമേരിക്ക ഏതെങ്കിലും രീതിയിൽ ദുർബലപ്പെടുന്നു എന്നുള്ള കാര്യം വളരെ സത്യമായി തന്നെ നമുക്ക് നോക്കാൻ കഴിയുന്ന വസ്തുതയാണ്. ഇനിയും അടുത്തത്, ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ട്, അതിന്റെ മലയാള വാർത്ത ഞാൻ എടുക്കാം, മാതൃഭൂമി കൊടുക്കുന്നതാണ്. ഇറാൻ ചെയ്യുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തയാണ്, ഇറാൻ ചെയ്യുന്നത് വലിയ പ്രശ്നമല്ല, ഇടപെടാൻ ബീബി നിർബന്ധിതമാകുന്നു. ബീബി എന്ന് പറഞ്ഞാൽ നെതന്യാഹു. ഭിന്നത തുറന്നു കാട്ടി ട്രംപ്. ഇതാണ് അതിലെ വസ്തുത. അതായത് ഇസ്രായേലിൽ എലക്ഷൻസ് നടക്കാൻ പോകുന്നു. ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിൽ എലക്ഷൻസിൽ നെതന്യാഹുവിന് പിടിച്ചു നിൽക്കണമെങ്കിൽ നെതന്യാഹുവിന് ഈ യുദ്ധം ആവശ്യമാണ്. നെതന്യാഹുവിന്റെ തീവ്ര വലത് കോലിഷൻ അതേപോലെ നിൽക്കണമെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ആ എലക്ഷൻ നടന്നു പോകണം. ഒക്ടോബർ അവസാനത്തോടു കൂടിയാണ് ഇസ്രായേലിൽ എലക്ഷൻസ് വരുന്നത്. അവിടുത്തെ നെസറ്റിൽ പോകാൻ, ഞാൻ അവിടെ നെസറ്റിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ആ നെസറ്റിൽ പോയ ചിത്രങ്ങളും മറ്റുമൊക്കെ പലപ്പോഴും ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഈ നെസറ്റിലേക്ക് നടക്കുന്ന എലക്ഷൻസിന് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ യുദ്ധം ആവശ്യമാണ്. അതുകൊണ്ട് ആൾക്കാരെ കൊല്ലാൻ, അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആൾക്കാർക്ക് ദുരിതവും ദുഃഖവും ഉണ്ടാക്കാൻ നെതന്യാഹു ഇത് വർക്ക് ചെയ്യുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ വിഷമകരമായ സത്യം. ഇത് രാജ്യസ്നേഹമല്ല, ഇത് യാതൊരു തരത്തിലും ആരോടെങ്കിലുമുള്ള ഇഷ്ടമല്ല. ഈ എന്താ പറയുക, പൊളിറ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ പ്ലേ ഔട്ട് ചെയ്തത്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ആൾക്കാർക്ക് കഴിയണം. അത് മനസ്സിലാക്കാൻ പല ആൾക്കാർക്കും പറ്റാതെ പോകുന്നുണ്ട്. അമേരിക്കയിലും ഇതേ പൊളിറ്റിക്സ് കാരണം തന്നെ, ഒരുപക്ഷെ ആ പൊളിറ്റിക്സ് കാരണം തന്നെ അമേരിക്കയിൽ ഈ വാർ ഒരുപക്ഷെ അതിന്റെ അവസാനത്തിലേക്കോ അല്ലെങ്കിൽ മന്ദീഭവിച്ചു വരുന്നുണ്ട്. ഇത് അമേരിക്കൻ മാധ്യമങ്ങളെ കോട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. തലയൂരാൻ US, ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള വഴികൾ തേടി US സൈനിക മേധാവിയുടെ രഹസ്യ ചർച്ച.
എങ്ങനെങ്കിലും ഇറാനിൽ നിന്ന് രക്ഷപ്പെടണം, ഇറാന്റെ യുദ്ധത്തിൽ നിന്ന് തലയൂരണം എന്നുള്ളതാണ് സത്യം. US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് സ്വകാര്യമായി ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. സംഘർഷം മൂർച്ഛിച്ചാൽ നിലവിലെ സൈനിക നടപടികളിൽ തിരിച്ചടി ഉണ്ടായേക്കാമെന്നും വ്യോമാക്രമണം കൊണ്ട് മാത്രം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നും ഡാൻ കെയ്ൻ പറഞ്ഞ് ഏതാനും ആഴ്ചകൾക്കിടയിൽ മറ്റ് ഉപദേശകരെ ഇത് അറിയിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് എങ്ങനെങ്കിലും പിന്മാറണം, തലയുയരണമെന്ന് US സൈനിക മേധാവി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നത്. അതായത് ഈ യുദ്ധം പാലസ്തീന് വേണ്ടിയിട്ടോ ഇസ്രായേലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടോ ഇറാന് വേണ്ടിയിട്ടോ അല്ല, പകരം ചില രാഷ്ട്രീയക്കാർ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പ്രസംഗികൾക്ക് ഈ തിരിച്ചറിവ് ഇനി ഉണ്ടായിട്ടില്ല, നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല, ലോകത്തിലെ ബാക്കി എല്ലാ മനുഷ്യർക്കും ഇത് ഉണ്ടായിട്ടുണ്ട്. എന്തിന്? അമേരിക്കയിലെ ട്രംപിന്റെ ബേസ് പൊതുവെ ഫെനറ്റിക്കലായ ഒരു ബേസ് ആണ് അമേരിക്കയ്ക്ക് ട്രംപിനുള്ളത്. മാഗാ ബേസിന് പോലും കാര്യം മനസ്സിലായിട്ടുണ്ട്. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും റിപ്പബ്ലിക് പാർട്ടിയിലെയും വലിയൊരു ശതമാനം മോഡറേറ്റ്സിനും മാഗാ അടക്കമുള്ള ആൾക്കാർക്ക് ഈ വസ്തുത എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. മുമ്പ് തന്നെ ജോ ബൈഡൻ ഒരിക്കൽ സൂചിപ്പിക്കുന്നുണ്ട്, ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്, ബിബിയുടെ നെതന്യാഹുവിന്റെ യുദ്ധക്കൊതിയുടെ താല്പര്യം കാരണം മാത്രമാണ്. നെതന്യാഹുവിന് അദ്ദേഹത്തിൻ്റെതായ കറപ്ഷൻ കേസുകളുണ്ട്. ഇലക്ഷനിൽ തൊട്ട് യുദ്ധമില്ലെങ്കിൽ ഇലക്ഷൻ വരും, ആ യുദ്ധം ഏതെങ്കിലും രീതിയിൽ സജീവമായി നിന്നാൽ മാത്രമേ പുള്ളി ജയിക്കൂ, പുള്ളി ജയിച്ചില്ലെങ്കിൽ പുള്ളി ജയിലിൽ പോകും. ഈ ജയിലിൽ പോകുന്ന ഒഴിവാക്കാൻ കോടിക്കണക്കിന് രൂപയെ നാശനഷ്ടം ഉണ്ടാക്കുക, ആൾക്കാരെ കൊല്ലുക, അമേരിക്ക അനാവശ്യമായ യുദ്ധത്തിലോട്ട് വലിച്ചിടുക. എന്തായാലും ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ. യുദ്ധത്തിലൂടെ സ്വന്തം രാഷ്ട്രീയം പരിലാളിക്കുന്ന നേതാക്കന്മാർ ഉണ്ടാകാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഇറാനും അമേരിക്കയും ഇസ്രായേലും പാലസ്തീനും ഒക്കെ തമ്മിൽ സമാധാനം ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്.